Stay tuned to Kids Corner and set free from all tensions and worries. ഓ ഇനി 40 ദിവസം. 40 ദിവസമോ? എന്തിന്? 40 ദിവസത്തേക്ക് നമ്മൾ ഇറച്ചി മീനൊന്നും കഴിക്കാൻ പാടില്ല. ഓ അത് ഈ പച്ചക്കറി കഴിക്കുന്ന കാര്യം ആലോചിക്കാനും കൂടി പറ്റുന്നില്ല. പച്ചക്കറി എനിക്കിഷ്ടമല്ല, പക്ഷെ വേറെ നിവർത്തിയില്ലല്ലോ. നമ്മൾ എന്തിനാണോ ഈ നോയമ്പെടുക്കുന്നത്? പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ നോമ്പ് കാലം തുടങ്ങിയല്ലേ? അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നോമ്പ് കാലത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ആശംസിക്കുന്നു. പക്ഷെ ആർക്കും ഒരു സന്തോഷമില്ല. എൻ്റെ ചിക്കനും മട്ടനൊക്കെ ആലോചിച്ചിട്ടുള്ള സങ്കടം കാണാനുണ്ട്. പക്ഷെ 40 days അല്ലേ, വേഗം പോവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ തുടങ്ങാം. അപ്പുക്കുട്ടൻ്റെയും തോമസ് കുട്ടിയുടെയും സംശയം കേട്ടില്ലേ? എന്തിനാണ് നമ്മൾ ഉപവസിക്കുന്നത്? നമുക്ക് അങ്കിളുടെ അടുത്ത് പോയി തീർക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വചനം കുറച്ച് വലുതാണ്, പക്ഷേ നോമ്പ് കാലം എന്താണെന്ന് ബൈബിളിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വചനമാണ്. നമുക്കത് പഠിക്കാം. ഏശയ്യാ 58-ാം അധ്യായം 7-ാം വാക്യം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. കുറച്ച് വലുതാണ്, അപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. ഓക്കെ, ഇനി സുകൃത ജപം. ദൈവമേ, ഈ നോമ്പ് കാലത്ത് അങ്ങയോടൊപ്പമായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ദൈവമേ, ഈ നോമ്പ് കാലത്ത് അങ്ങയോടൊപ്പമായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്കളെ, നോമ്പ് എന്തിനാ നമ്മൾ എടുക്കുന്നത്? നോമ്പ് നമ്മൾ എടുക്കുന്നത് ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ്. എന്തുമാത്രം നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ് ഈ നോമ്പെടുക്കുന്നതിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈശോ നമ്മൾ എന്തോരം സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അല്ലേ? ഈശോയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മൾ എവിടെയാണ് കാണുന്നത്? ക്രൂശിൽ, അല്ലേ? കുരിശിൽ ഈശോ അവിടുത്തെ സ്നേഹത്തിൻ്റെ വലിയ പൂർണ്ണത നമുക്ക് കാണിച്ചു തന്നു. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ എന്നുള്ളൊരു പാട്ടൊക്കെ ഓർക്കുന്നില്ലേ? ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന അവിടുത്തെ സ്നേഹത്തെ എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. അപ്പോൾ അത്രമാത്രം ഈശോ നമ്മളെ സ്നേഹിക്കുന്നു. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ് ഈ നോമ്പാചരണത്തിലൂടെ നമ്മളിൽ നിന്ന് പ്രതിഫലിക്കേണ്ടത്. അല്ലാതെ നമ്മളെല്ലാവരും നോമ്പാചരിക്കുന്നു, അതുകൊണ്ട് ഞാനും ആചരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്തുമാത്രം അത്രമാത്രം നമ്മൾ ഈശോയെ സ്നേഹിക്കണം. അതേപോലെ നമ്മൾ ആരെ സ്നേഹിക്കണം? നമ്മുടെ സഹോദരങ്ങളെയും സ്നേഹിക്കണം. മറ്റുള്ളവരിലേക്കും നമ്മൾ ഇറങ്ങി മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത്രമാത്രം നമ്മൾ ഈ നോമ്പാചരണത്തിലൂടെ കടന്നു പോകണം. അങ്കിൾ, ഈ നോമ്പും ഉപവാസവും ഒന്നാണോ? നോമ്പും ഉപവാസവും എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒന്നല്ല. അതായത് ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കി ദൈവത്തോടു കൂടെ ആയിരിക്കുക, അതിനാണ് ഉപവാസം എന്ന് പറയുന്നത്. ഈ നോമ്പെന്ന് പറയുമ്പോഴത്തേക്കും ഈ നോമ്പ് ചിലവർ ഇറച്ചി നോമ്പെന്ന് പറയാറുണ്ട്. ചിലർ ഇറച്ചി ഒഴിവാക്കും എന്നിട്ട് നോമ്പെടുക്കും. ചിലർ മീൻ നോമ്പ് എന്ന് പറയാറുണ്ട്, അല്ലേ? ചില ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടം പച്ചക്കറി ആയിരിക്കാം. അപ്പോൾ ചിലർ പച്ചക്കറി നോമ്പെടുക്കാറുണ്ട്, അതൊക്കെ എടുക്കാറുണ്ട്. അതേപോലെ തന്നെ ചിലവർ ഈ കാലഘട്ടത്തിലൊക്കെ പലരും ചെയ്യാറുണ്ട് TV കാണൽ. ഈ ഒരു ദിവസങ്ങളിൽ, നോമ്പിൻ്റെ ദിവസങ്ങളിൽ ഞാൻ TV കാണില്ല, അല്ലേ? കുട്ടികളായ നിങ്ങൾക്കത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? ഐസ്ക്രീം, അല്ലേ? മിഠായി. ചിലപ്പോൾ ഈ മിഠായി നോമ്പെടുക്കുന്നു. അപ്പോൾ ചില കുട്ടികൾ ഈ നോമ്പ് ദിവസങ്ങളിൽ മൊബൈൽ ഉപയോഗിക്കാണ്ടാന്ന് തീരുമാനിക്കുന്നു, അല്ലേ? ചിലവർ വാട്സാപ്പ് കാണുന്നില്ല, നോക്കുന്നില്ല, TV ഒഴിവാക്കുന്നു. അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കിക്കൊണ്ട് ചിലർ ചായ കുടി വേണ്ടെന്ന് നോക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈശോൻ്റെ കൂടെ ആയിരിക്കുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളും വിശുദ്ധിയിൽ വളരുവാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. അപ്പോൾ ഇതാണ് ഉപവാസവും നോമ്പും തമ്മിലുള്ള വ്യത്യാസം. ഉപവാസം നമ്മൾ മുഴുവൻ ഭക്ഷണം നമ്മൾ ഒഴിവാക്കി മാറ്റുന്നു. നോമ്പെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ചില ഭക്ഷണങ്ങൾ മാത്രം മാറ്റിവെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്കിൾ, എങ്ങനെയാണ് നോയമ്പെടുക്കേണ്ടത്? എങ്ങനെയൊക്കെയാണ് നോമ്പെടുക്കുന്നത് പറയുമ്പോൾ, നോമ്പ് ദിവസങ്ങളിൽ
നമ്മൾ പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം കേട്ടല്ലോ, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് പ്രാർത്ഥന, ഉപവാസം, ദാനം. അപ്പോൾ നോമ്പ് ദിവസങ്ങളിൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ല, നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന മക്കളാണ്. പക്ഷേ നോമ്പ് ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, ആ ദിവസങ്ങളിലൊക്കെ ഈശോയെ കൂടുതൽ സ്നേഹിക്കണം. നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ കൂടെ കുറേ സമയം ആയിരിക്കാനല്ല നമുക്ക് ഏറ്റവും ഇഷ്ടം, അല്ലേ? അപ്പോൾ ഈ നോമ്പ് കാലത്തിൽ ഈ പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴും ഈശോൻ്റെ കൂടെ ആയിരിക്കണം. അപ്പോൾ കുട്ടികളായ നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്തും അല്ലാതെ ക്ലാസ് വിട്ട് കഴിഞ്ഞ് വന്നാലും എപ്പോഴും ഈശോയെ സ്നേഹിക്കുവാനായിട്ട് അതാണ് ഈ പ്രാർത്ഥന. ഈശോ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്നൊക്കെ നമ്മൾ വചനങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഈ നോമ്പ് ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ആഴപ്പെടുവാൻ, വചനത്തിൽ ആഴപ്പെടുവാൻ, കൂടെ കുമ്പസാരിക്കണം. പണ്ട് നിങ്ങൾ ചിലപ്പോൾ 1 മാസത്തിലോ 2 മാസത്തിലോ ഒരിക്കലൊക്കെ ആയിരിക്കാം പക്ഷേ ഈ നോമ്പ് ദിവസങ്ങളിൽ സാധിക്കുന്നതും ആഴ്ചയിലോ 2 ആഴ്ചയിലോ ഒരിക്കലൊക്കെ അടുപ്പിച്ച് കുമ്പസാരിക്കണം. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം. അപ്പോൾ ഈ നോമ്പ് ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആഴപ്പെടണം. ഇങ്ങനെയൊക്കെ ആഴപ്പെടണം എന്തുകൊണ്ടാണ്? ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. അപ്പോൾ ഈശോൻ്റെ എന്തുമാത്രം സ്നേഹം. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതുപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മളുടെ വീട്ടിലുള്ള മറ്റുള്ളവരിലേക്ക്, കുടുംബത്തിൽ വേദനിക്കുന്നവരുണ്ടെങ്കിൽ, അതാണ് ഈ ദാനധർമ്മത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യണം. ഇപ്പോൾ ആരെങ്കിലും വേദനിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കൂളിൽ തന്നെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേദനിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവരുടെ വേദനയിൽ നമ്മൾ പങ്കുചേരണം. നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അവർക്ക് പങ്കുവെച്ച് കൊടുക്കണം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദാനധർമ്മങ്ങളിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം, അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയൊക്കെ ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾക്ക് പങ്കുചേരാം, അല്ലേ? കരുണയിൽ നമുക്ക് ആഴപ്പെടാനായിട്ടുള്ള ഒരു സമയമാണ് ഈ നോമ്പ് കാലം. ഇപ്പം നിങ്ങളുടെ അപ്പച്ചൻ കുറേ പൈസ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പൈസയുടെ ഒരു ആവശ്യമുണ്ട്, എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കണം. അപ്പോൾ നിങ്ങൾ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞാണ്, അപ്പച്ചാ എനിക്കിപ്പോൾ ഡ്രസ്സ് വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അത് കരുണയിൽ നമ്മൾ ആഴപ്പെടുകയാണ്. അടുക്കളയിൽ അമ്മ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മയെ ചെന്ന് സഹായിക്കാം. ഇതൊക്കെ ദാനധർമ്മങ്ങളിൽ പെടുന്ന സാധനമാണ്. വീട്ടിൽ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം അങ്കിൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഉപവസിച്ച് നമുക്ക് ഈ പുണ്യങ്ങളിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കും. മനസ്സിലായില്ലേ അങ്കിൾ? ഈ നോമ്പെടുക്കുന്നതുകൊണ്ട് എനിക്കെന്താ ഗുണം? നോമ്പാചരണത്തിലൂടെ നമ്മൾ പുണ്യങ്ങളിൽ വളരും, അല്ലേ? നമ്മൾക്ക് മൗലിക പുണ്യങ്ങൾ എന്ന് പറഞ്ഞൊരു 4 പുണ്യങ്ങൾ നിങ്ങൾ കാറ്റഗറിസം ക്ലാസ്സിൽ പഠിക്കാനുണ്ടാവും. അതായത് വിവേകം, നീതിബോധം, ആത്മശക്തി, മിതത്വം. അപ്പോൾ ഈ പുണ്യങ്ങളിൽ നമ്മൾ ആഴപ്പെടുവാനായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലം. അപ്പോൾ നമുക്ക് കൂടുതൽ വിവേകത്തോടു കൂടി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. നീതിയോടുകൂടി നമുക്ക് മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് സാധിക്കും. അതുപോലെ ആത്മശക്തിയും നമുക്ക് മിതത്വവും, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കുമ്പോൾ, ഇഷ്ടപ്പെട്ടതൊക്കെ മാറ്റി വെക്കുമ്പോൾ നമ്മളൊരു മിതത്വത്തിലേക്ക് വരും, അല്ലേ? ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി ഭക്ഷണത്തിലൊക്കെ പല ക്രമീകരണങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാത്തിലും ദൈവവുമായിട്ട് കൂടുതൽ ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് ഈ നോമ്പ് കാലം. അപ്പോൾ നോമ്പാചരണം വഴി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഇടവകയിലും നമ്മളുടെ സമൂഹങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലുമുള്ള മറ്റുള്ളവരിലേക്കും കൂടി നമ്മൾക്ക് ഈ ഇറങ്ങി ചെല്ലുവാനും അവരെ സഹായിക്കുവാനും പ്രാർത്ഥനയിൽ ആഴപ്പെടുവാനൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ അതിനായിട്ട് രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ നോമ്പ് ദിനങ്ങളിൽ സഭാമക്കൾക്ക് ഒരു 3-4 ചിന്തകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. അതായത് ഈ കാലഘട്ടത്തിൽ ഈ നിസ്സംഗത, നമുക്ക് പലതും കണ്ടിട്ട് നിസ്സംഗതയോടുകൂടി നമ്മൾ ജീവിക്കുകയാണ്. ഒന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് കരുതി നമ്മൾ നിസ്സംഗത വലിയ പാപമാണെന്ന് മാർപ്പാപ്പ പറയാണ്. മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം, ഇഫ് വൺ മെമ്പർ സഫേഴ്സ് ഓൾ സഫർ ടുഗദർ. അതായത് ഒരാളുടെ വേദന നമ്മളുടെ വേദനയായിട്ട് നമുക്ക് മാറണം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്നൊക്കെ ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ, ഏതെങ്കിലും ശാഖക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ അതെൻ്റെയും വേദനയായിട്ട് നമ്മൾ മാറ്റണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് മാർപ്പാപ്പ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തൊരു കാര്യം മാർപ്പാപ്പ പറഞ്ഞത്, വേഴ്സ് യുവർ ബ്രദർ, നിൻ്റെ സഹോദരൻ എവിടെ? അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു ബോധവും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങളുടെ സ്കൂളിൽ, ക്ലാസ് റൂമിൽ, നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ ഒക്കെ എവിടെ നിൻ്റെ സഹോദരനെന്ന് ഈശോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എപ്പോഴും നമ്മളുടെ വീടിൻ്റെ അയൽവക്കങ്ങളിലും വാതിലുകൾക്കപ്പുറമൊക്കെ ഇപ്പോഴും ലാസർമാരുണ്ട്. ധനവാനും ലാസറിൻ്റെ കൂമ്പ് നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ വിശക്കുന്നവരുമായിട്ട് ഭക്ഷണം പങ്കുവെക്കുവാനും നമ്മുടെ ഇടവകയിലും സമൂഹങ്ങളിലും നമ്മുടെ സഹോദരനെ കണ്ടെത്തുവാനൊക്കെ ആയിട്ട് ഈ നോമ്പുകാലം നമുക്ക് സാധിക്കണം. മൂന്നാമത് മാർപ്പാപ്പ പറഞ്ഞത് മേക്ക് യുവർ ഹാർട്ട് ഫേം, അതായത് നമ്മുടെ ഹൃദയം നമ്മൾ എപ്പോഴും ഫേമാക്കി ശക്തമാക്കിക്കൊണ്ടിരിക്കണം. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ഇന്ന് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ അക്രമങ്ങൾ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് പകച്ചു പോകാതെ, നമ്മൾ പതറിപ്പോകാതെ കൂട്ടായ്മയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നമ്മൾ ഉപവാസകാലം നമ്മൾ ചെയ്യുന്ന ഈ ത്യാഗപ്രവർത്തികൾ, ഈ ഭക്ഷണം ഒഴിവാക്കലും പ്രാർത്ഥനയും ഇതെല്ലാം അനേകർക്ക് ആശ്വാസമാകുവാനായിട്ട് നമുക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് ലോകമെമ്പാടുമുള്ള എല്ലാവരുടെ വേദനയിൽ നമുക്ക് പങ്കുചേരുവാനും ഉപവാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്ന് ഈശോയെ വ്യക്തിപരമായി സ്നേഹിക്കുവാൻ, ഈശോ നമ്മൾക്ക് വേണ്ടി കുരിശിൽ ചിന്തിയ ആ രക്തവും കുരിശിൽ ചിന്തിയ ആ സ്നേഹവും ഒക്കെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട്, ആ സ്നേഹത്തിൽ ആഴപ്പെടുവാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. അങ്ങനെ അങ്കിളിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തിനാണ് ഉപവസിക്കുന്നതെന്ന് മനസ്സിലായി അല്ലേ? എന്ത് കാര്യവും നമ്മൾ എന്തിനു വേണ്ടി അത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ നോമ്പ് കാലം ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്ത് നല്ലൊരു ഈസ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്കൊരു ആക്ഷൻ സോങ് കാണാം. അതിനു മുമ്പ് വചനവും സുഗ്രജപവും നിങ്ങളുടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ വചനം ഏശയ്യ 58-ാം അധ്യായം 7-ാം വാക്യം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. ഓക്കെ, ഇനി സുകൃത ജപം. ഈശോയെ ഈ നോമ്പ് കാലത്ത് അങ്ങയോടൊപ്പമായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഓക്കെ. നമുക്കൊരു വിഷ്വൽ കാണാം. എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് വിഷ്വലിന് മുമ്പ് ഞാനൊരു ക്ലൂ തരാറുണ്ട്. എന്തിനെക്കുറിച്ചായിരിക്കും വിഷ്വൽ. ഇന്ന് ക്ലൂ ഒന്നുമില്ല, നമ്മുടെ ടോപ്പിക്കിനെ പറ്റി തന്നെയാണ്. പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വേഗം വചനവും സുഗ്രജപവും ഏറ്റു പറയാം. ഏശയ്യ 58-ാം അധ്യായം 7-ാം വാക്യം.
വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. ഇനി സുകൃത ജപം. ഈശോയെ ഈ നോമ്പ് കാലത്ത് അങ്ങയോടൊപ്പമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം വിഷ്വൽ കാണാം. Mama, ano pong order niyo, ma'am? Isang Cajun chicken sa Korean spaghetti. For dining or takeout? Thank you. One chicken, please. Let me tell this story. You won't think this through. I have not forgotten, so I'm sharing it with you. For all the things we know, what have we learned? Though I close my eyes,
and the story begins again. ഈ വിഷ്വൽ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര വിഷമം തോന്നി അല്ലേ? ഈ ലോകത്ത് പട്ടിണി മൂലം മരിക്കുന്നത് എത്ര പേരാണെന്നറിയോ? ഓരോ ദിവസവും ഒത്തിരി പേര് മരിക്കുന്നുണ്ട്. നമ്മളുടെ ലൈഫിൽ, നമ്മളുടെ ഈ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തോരം ഫുഡ് വേസ്റ്റ് ചെയ്യുന്നു. നമ്മൾക്ക് ഈ ബാക്കി വരുന്ന ഭക്ഷണം, മോശമാവാത്ത ഭക്ഷണം നമുക്ക് ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചാൽ ഒത്തിരി പേരുടെ വിശപ്പ് നമുക്ക് മാറ്റാൻ സാധിക്കും അല്ലേ? അപ്പം നമ്മൾ ഈ നോമ്പ് കാലത്ത് ഒരു തീരുമാനമെടുക്കാം. അത് നമ്മളാദ്യം ചെയ്ത് കാണിച്ചു കൊടുത്താൽ നമ്മുടെ ചുറ്റുമുള്ളവരും ചെയ്യും. വെറുതെ പറഞ്ഞാൽ അവരും ചെയ്യൂല. അപ്പം നമ്മളത് ചെയ്ത് എന്താ മാതൃക കാണിക്കുക എന്ന് പറയും. കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിനടുത്തുള്ളവരും എല്ലാവരും ചെയ്ത് നമുക്കതൊരു എല്ലാവരും കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മൾക്ക് ആ ഒരു പട്ടിണി മൂലം മരിക്കുന്ന ഒരു കാര്യം ഈ ലോകത്തു നിന്ന് എടുത്തു മാറ്റാം. ഒരാൾ വിചാരിച്ചാൽ ഒത്തിരി പേരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ നോമ്പ് കാലത്ത് അതൊരു തീരുമാനമാണോ നിങ്ങൾക്ക്? എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുമോ? ഓക്കെ. ഇപ്പോൾ അമ്മാമ്മ എല്ലാ ആഴ്ചയും ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ പുതിയ കഥകൾ, കുറേ പുതിയ വിശുദ്ധന്മാരെ നമ്മൾ പരിചയപ്പെടുന്നത് അല്ലേ? ഈ കേൾക്കുന്ന കഥകളൊക്കെ നിങ്ങളുടെ കൂട്ടുകാരോട്, അനിയന്മാരോടൊക്കെ പറയുന്നുണ്ടോ? പറയണം. അപ്പോൾ ഇനി നമുക്ക് വചനം ഏറ്റു പറഞ്ഞിട്ട് അമ്മാമ്മയുടെ അടുത്തേക്ക് പോകാം. ഏശയ്യ 58-ാം അധ്യായം 7-ാം വാക്യം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. ഇനി സുകൃത ജപം. ഈശോയെ ഈ നോമ്പ് കാലത്ത് അങ്ങയോടൊപ്പമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓക്കെ. സിയന്നായിലെ വിശുദ്ധ കത്രീനയെ കുറിച്ചാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. സിയന്നായിലെ നക്ഷത്രം എന്നാണ് അവളെപ്പറ്റി നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്, നക്ഷത്രം തന്നെയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ അവൾ ദൈവസ്നേഹത്തിലും മനുഷ്യസ്നേഹത്തിലുമാണ് വളർന്നു വന്നത്. അവളുടെ അപ്പൻ ഒരു പെയിൻ്ററായിരുന്നു. അവർക്ക് മക്കൾ എത്രയാണെന്നോ? 23 മക്കൾ. ഏറ്റവും ഇളയ കുട്ടിയാണ് കത്രീന. ചെറുപ്പം മുതലേ മാതാപിതാക്കൾ ഇവളെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ഒക്കെയാണ് വളർത്തിയത്. അന്നൊരു പതിവ് അവിടെ ഉണ്ടായിരുന്നു. ജനിച്ച ഉടനെ കുഞ്ഞിനെ മാതാവിന് കാഴ്ചവെക്കുമായിരുന്നു, പരിശുദ്ധ മറിയത്തിന് കാഴ്ചവെക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാവിനോട് ഭയങ്കര ഭക്തിയായിരുന്നു അവൾക്ക്. ഈശോയുടെയും മാതാവിൻ്റെയും ഒക്കെ കഥകളാണ് അവൾ സഹോദരങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒക്കെ കേട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചെറുപ്രായത്തിൽ തന്നെ വളരെയേറെ ഭക്തി അവൾക്കുണ്ടായിരുന്നു. അവൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം കാണാതെ പഠിച്ചു. അത് മറ്റുള്ളവർ ചൊല്ലിക്കൊടുത്തത് അങ്ങനെ തന്നെ പഠിച്ചു. അപ്പോൾ ഇവരുടെ വീടിൻ്റെ കോണി കുത്തനെയുള്ള കോണിയായിരുന്നു. അപ്പോൾ അത് കയറാനും ഇറങ്ങാനും ഒക്കെ അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലിയാണ് ആ സ്റ്റെപ്പ് വെച്ചുകൊണ്ടിരുന്നത്. അത് തന്നെ അവൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഒരിക്കൽ അമ്മ വന്ന് നോക്കുമ്പോൾ ഇവൾ കോണിയിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് വീണതായിട്ടാണ്. വീണ് നോക്കുമ്പോൾ മാലാഖമാർ 2 പേര് കൈമേൽ പിടിച്ചേക്കണം, ഇവളുടെ കൈമേൽ പിടിച്ചിരിക്കുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇവൾ ഒരു അസാധാരണ ശിശുവാണെന്ന്. അങ്ങനെ വളർന്നു വന്നു. 12 വയസ്സായപ്പോൾ അന്നത്തെ കാലത്ത് 12 വയസ്സാവുമ്പോൾ വിവാഹിതരാക്കും. അപ്പോൾ വിവാഹാലോചനകൾ വന്നു തുടങ്ങി. അപ്പോൾ ഇവൾക്ക് ആഗ്രഹം ഏതെങ്കിലും ഒരു കോൺവെൻറ്റ് ചേർന്ന് ഈശോയുടെ മണവാട്ടിയായിട്ട് ജീവിക്കണമെന്നായിരുന്നു. ആ കാര്യം മാതാപിതാക്കളെ അറിയിച്ചു.
അവരാദ്യം ഒരുപാട് എതിർത്തു. തന്നെയുമല്ല, ഇവളിങ്ങനെ വേണ്ടാത്ത ഈ ചിന്ത കൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെയൊക്കെ തോന്നണം, ഇതൊരു വെറും ബാലിശമാണ് എന്ന് പറഞ്ഞവർ തള്ളി. പക്ഷേ ഇവൾ കൂടുതൽ ദൈവത്തെ വിളിക്കാൻ തുടങ്ങി, എനിക്ക് കോൺവെൻറ്റിൽ ചേരണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കോൺവെൻറ്റിൽ ചേരാനുള്ള എല്ലാ ഇതിനും വേണ്ടി ഇവൾ ഒരുപാട് പരിശ്രമിച്ച്. അപ്പോൾ ഇവളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, അതായത് ഇവളുടെ ചിന്തകളൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഇവളെ കൂടുതൽ ജോലി ചെയ്യാനുള്ള അവസരം കൊടുത്തു. പക്ഷേ ഇവൾ എന്തെല്ലാം സഹനം സ്വീകരിക്കേണ്ടി വന്നപ്പോഴും ഒന്നും പതറിയില്ല. ആ സഹനമെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് അവൾ മറ്റുള്ളവരെ കാണുന്നത് മുഴുവനും ഈശോയെയും മാതാവിനെയും വിശുദ്ധരെയും ഒക്കെ കണ്ടുകൊണ്ടാണ് ഇവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം ഇവളുടെ ജോലിയെല്ലാം പെട്ടെന്ന് തീരുകയും ചെയ്യും, നന്നായിട്ടത് ചെയ്യാനും പറ്റുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൾക്ക് കോൺവെൻറ്റിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പഠനത്തിൽ ഇവൾ ഏറ്റവും പുറകായിരുന്നു. അപ്പോൾ പഠിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇവൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞാൻ അങ്ങയുടെ കുഞ്ഞല്ലേ, എന്നെ ഇതൊന്ന് പഠിപ്പിച്ചതാ, എനിക്ക് പഠിക്കണം, എനിക്ക് ബൈബിൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ തന്നെ അക്ഷരമാല മുതൽ ഇവളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇവളെപ്പോഴും ഒരു ചെറിയ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ഈശോയുമായിട്ട് സംസാരിക്കും. അത് ആർക്കും അറിയില്ല, ഈശോയുമായിട്ടാണ് സംസാരിക്കണമെന്നൊന്നും അറിയില്ല. പക്ഷെ ഇവൾ ഈശോയുമായിട്ടുള്ള സംസാരം ഇവർ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും. ഈശോയുമായിട്ട് ഇവളെല്ലാ കാര്യവും ഈശോയോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുമ്പസാരക്കാരൻ എന്നോട് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഈശോയോടാണ് ഇവൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ളവരോടൊക്കെ ഉള്ള സംസാരം വളരെ കുറവായിരുന്നു. ഒരു 3 കൊല്ലത്തോളം അത് അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൾക്ക് തോന്നി, ഏതായാലും ഇനി താമസിക്കണ്ട, ഡൊമിനിക്കൻ സഭയിൽ ചേരണം. അതിന് ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് അവിടെ ചെന്ന് അവൾ നന്നായിട്ട് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ആ സഭയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കാനും ഇവളെ ദൈവം തിരഞ്ഞെടുത്തു. അതുമൂലം അന്നത്തെ മാർപ്പാപ്പയ്ക്ക് വരെ ഇവൾ വലിയ ഒരു ഉപദേശകയായിരുന്നു. അങ്ങനെ വിശുദ്ധിയിൽ മുന്നേറി ഇന്ന് ഏറ്റവും വലിയ വിശുദ്ധയായിട്ട് മാറി. വെരി ഗുഡ്. ഇപ്പം ദിയ ചെയ്തത് നിങ്ങൾ കണ്ടോ? നമ്മൾ ഈ കിഡ്സ് കോർണറിൽ തന്നെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും, കാര്യം നമ്മുടെ വീടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ കണ്ടാലും ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒരു പബ്ലിക് പൈപ്പിൽ നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല, നമ്മൾ ഇഗ്നോർ ചെയ്ത് പോവാറേ ചെയ്യാം. അപ്പോൾ ദിയൊക്കെ ഒരു ഗുഡ് ഗേൾ. ഓക്കെ, അപ്പോൾ കിഡ്സ് കോർണർ കൊണ്ട് ഉപയോഗമൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നമുക്ക് ഒന്നും കൂടെ നമ്മുടെ വചനവും സുകൃതവും ഏറ്റു പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഏശയ്യ 58-ാം അധ്യായം 7-ാം വാക്യം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. ഇനി സുകൃത ജപം. ഈശോയെ, ഈ നോമ്പ് കാലത്ത് അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ നമ്മൾ ഈ നോമ്പ് കാലത്തിലേക്ക് വെൽ പ്രിപ്പയർഡ് ആണ്. നമുക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങാം. പിന്നെ നമുക്ക് ബൈ പറയാം. അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ.